Now let's figure out, okay, what is special about the cloud computing? Cloud computing actually നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് a sky of opportunities ആണ്. അതായത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വന്നുകൊണ്ട് ഇവിടെയുള്ളത്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണ് നമ്മൾ അടുത്തതിൽ പറയും, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റ്. ബേസിക്കലി ഇതും ഈ കമ്പനികളെല്ലാം ക്ലൗഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദർ ഇസ് എ ബിഗ് ഇൻഡസ്ട്രി അഡോപ്ഷൻ ഫോർ ക്ലൗഡ് ടെക്നോളജീസ് ആൻഡ് ഇറ്റ് ഓപ്പൺസ് അപ്പ് എ ലോട്ട് ഓഫ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. ഈ കമ്പനികൾ അഡോപ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ they need a lot of talent to work on their projects with the skills related to cloud computing and cloud native development. ഇതിൽ പ്രോമിനന്റ് ഇൻഡസ്ട്രി പ്ലേയേഴ്സ്, ക്ലൗഡിലെ ഏറ്റവും ക്ലൗഡ് മൂലം അല്ലെങ്കിൽ ക്ലൗഡ് ഉപയോഗിച്ച് ബില്യനേഴ്സ് ഓർ ട്രില്യനേഴ്സ് ആയി തീർന്നിട്ടുള്ള കമ്പനികളാണ് ആമസോൺ, അതുപോലെ മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, അതുപോലെ ഓറക്കിൾ. ഇതെല്ലാം ഈ കമ്പനികൾ അവരുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. ഇപ്പൊ ആമസോൺ വെബ് സർവീസസ്, AWS, മൈക്രോസോഫ്റ്റ് ക്ലൗഡ് ആണ് മൈക്രോസോഫ്റ്റ് അഷ്യൂർ, ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം ഗൂഗിളിന്റെ ക്ലൗഡ് പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, ആൻഡ് ഈ കമ്പനികൾ ഓപ്പൺ അപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റ് ഓപ്പൺ അപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് പുതിയ ജോബ് ടൈറ്റിൽസ് ആണ്. ക്ലൗഡ് ആർക്കിടെക്ട്, ക്ലൗഡ് software engineer, cloud developer, DevOps engineer with focus on cloud technologies, and cloud security specialist, solutions architect, data engineer specializing on cloud data services. So cloud specific ആയിട്ട് മാത്രം a bunch of new careers opened up in the industry. Okay, now let's look at what is cloud native development. അപ്പോൾ നമ്മൾ ഈ മീൻ സ്റ്റാക്കിനെ കുറിച്ച് പറഞ്ഞു. മീൻ സ്റ്റാക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും ക്ലൗഡ് വേണമെന്നില്ല. ക്ലൗഡ് ഇല്ലാതെ നമുക്ക് ട്രഡീഷണൽ ഇൻഫ്രാസ്ട്രക്ചറിൽ നമുക്ക് ഡിപ്ലോയ് ചെയ്യാം. അതുപോലെ തന്നെ ക്ലൗഡ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ മീൻ സ്റ്റാക്കും വേണമെന്നില്ല. പക്ഷെ ക്ലൗഡിന്റെ മുകളിൽ നമുക്ക് ഇപ്പോൾ ഒരു ക്ലൗഡ് നേറ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാവുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ വാട്ട് ഈസ് ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റ്? ബേസിക്കലി ക്ലൗഡിന് വേണ്ടിയിട്ട് ക്ലൗഡിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെയിലബിലിറ്റി ആണ്. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമ്മുടെ കപ്പാസിറ്റി ഗ്രോ ചെയ്യാനും അൺലിമിറ്റഡ് ആയിട്ടുള്ള യൂസർ ബേസിനെ സപ്പോർട്ട് ചെയ്യാനും കഴിയുന്ന ക്ലൗഡ് സ്കെയിലിൽ പോകാൻ കഴിയുന്നതാണ് ക്ലൗഡിന്റെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നമ്മുടെ അപ്ലിക്കേഷൻസിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ക്ലൗഡിന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്യണം. ക്ലൗഡ് നേറ്റീവ് ആയിട്ടുള്ള ക്ലൗഡിലെ സർവീസസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ക്ലൗഡിന്റെ ഏറ്റവും വലിയ ഫീച്ചറായ ഓൺ ഡിമാൻഡ് സ്കെയിലബിലിറ്റി ലെവറേജ് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത് അപ്ലിക്കേഷൻസ് ഡിസൈൻ ചെയ്യുന്നതിനെയാണ് ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ്, കമ്പോണന്റ് ആണ് മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ. മൈക്രോ സർവീസ് ആർക്കിടെക്ചർ നിങ്ങൾ പലർക്കും അറിയാവുന്നതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള മോണോലിത്തിക് അപ്ലിക്കേഷൻസിന് പകരം അതിനെ വലിയൊരു അപ്ലിക്കേഷൻ ചെറിയ മാനേജബിൾ ഡിപ്ലോയബിൾ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ്ലി ഡിപ്ലോയബിൾ ആയിട്ടുള്ള സർവീസസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോ പീസിനെയും നമുക്ക് വേണമെങ്കിൽ ഓരോ ഡിഫറെന്റ് ടീമിനോ അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈമിലോ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഈവൻ ഡിഫറെന്റ് ടെക്നോളജിയിലോ ഡെവലപ്പ് ചെയ്ത് ഡിപ്ലോയ് ചെയ്ത് എല്ലാം കണക്ട് ചെയ്ത് കമ്പൈൻ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ എക്കോസിസ്റ്റമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആർക്കിടെക്ചർ പാറ്റേണിനെയാണ് മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ് കണ്ടെയ്നറൈസേഷൻ. നിങ്ങൾ ഡോക്കർ, ക്യൂബർനെറ്റീസ് എന്നെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഈ മൈക്രോ സർവീസസ് ചെറിയ സർവീസസിന് അത് ഏതെല്ലാം ടെക്നോളജികളാണോ, ഏതെല്ലാം ടെക്നോളജി സ്റ്റാക്ക് ആണോ ആവശ്യമുള്ളത്, ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഒരു പാക്കേജ് ചെയ്ത് ഒരു കണ്ടെയ്നർ പോലെ നിങ്ങൾ ഈ ഒരു പൂളിലേക്ക് ഇട്ട് ഇതിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് കണ്ടെയ്നറൈസേഷൻ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡോക്കർ എന്ന് പറയുന്ന ടെക്നോളജി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ക്യൂബർനെറ്റീസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ ക്യൂബർനെറ്റീസ് ആണ് ശരിക്കും ഡൈനമിക് ആയിട്ട് കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നത്. ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉള്ളതിനെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വളരെ ഇന്റലക്ച്വൽ ആയിട്ട് അല്ലെങ്കിൽ ഇന്റലിജന്റ് ആയിട്ട് ഓർക്കസ്ട്രേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് അതിനെ മാനേജ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് മോണിറ്റർ ചെയ്ത് അതിന് ഒരിക്കലും ഫെയിൽ ആവാത്ത രീതിയിൽ വളരെ സ്കെയിലബിൾ ആയിട്ട് കൊണ്ട് നടക്കുന്ന പരിപാടിയാണ് ഡൈനാമിക് കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ് DevOps. ഡെവലപ്പേഴ്സിന്റെ, അതായത് ഈ ക്ലൗഡ് വന്നതിന് ശേഷം ട്രഡീഷണലി ഓപ്പറേഷൻസ് ടീമും ഡെവലപ്മെന്റ് ടീമും തമ്മിൽ ഒരുപാട് ഡിസ്കണക്ട് ഉണ്ടാവാറുണ്ട്. ഈ നമ്മുടെ ക്ലൗഡ് വന്നതിന് ശേഷം ആ ഒരു ഡിസ്കണക്ട് അല്ലെങ്കിൽ ആ ഒരു കോംപ്ലക്സിറ്റി അവർ തമ്മിലുള്ള വ്യത്യാസം ഭയങ്കരമായിട്ട് കൂടിയതിന്റെ ഭാഗമായിട്ട് ആ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ കൾച്ചർ ഡെവലപ്പ് ചെയ്ത് ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് കൾച്ചർ ഇൻഡസ്ട്രി ഹാസ് കം അപ്പ് വിത്ത് എ ബഞ്ച് ഓഫ് പ്രാക്ടീസസ് ആൻഡ് ടൂൾസ്.
അതിന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് ഡെവ് ഓപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡെവ് ഓപ്സിന്റെ ഒരുപാട് പ്രോസസ്സസ് ഉണ്ട്, ഒരുപാട് കൾച്ചർ ഉണ്ട്, ഒരുപാട് ടൂൾസ് ഉണ്ട്, ഒരുപാട് പ്രാക്ടീസസ് ഉണ്ട്. ഇതിനെല്ലാം കൂടിയിട്ട് പറയുന്ന ഒരു കളക്റ്റീവ് പേരാണ് ഡെവോപ്സ് ആൻഡ് ഡെവോപ്സ് ഇന്റഗ്രേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡെവോപ്സിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ ആൻഡ് കണ്ടിന്യൂസ് ഡെലിവറി. ഓക്കെ, വളരെ ക്വിക്കായിട്ട് ആദ്യകാലങ്ങളിൽ മാസങ്ങളെടുത്ത് ഡിപ്ലോയ് ചെയ്തിരുന്ന ആപ്ലിക്കേഷൻസ് ഇന്ന് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ മിനിറ്റ് കൊണ്ടോ ഒക്കെ നമുക്ക് ഒരു ബട്ടൺ ക്ലിക്കിൽ ഡെലിവറി ചെയ്യാവുന്ന, വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഡെലിവറി ചെയ്യുന്നതിന് വേണ്ട മെക്കാനിസംസ് ആൻഡ് പ്രോസസ്സസിന്റെ പേരാണ് കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ, കണ്ടിന്യൂസ് ഡെലിവറി. CICD എന്ന് പറയുന്ന ഷോർട്ട് ഫോമിൽ പറയുന്ന കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ ആൻഡ് കണ്ടിന്യൂസ് ഡെലിവറി. പിന്നെ ഈ ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റെസീലിയൻസ് ബൈ ഡിസൈൻ. റെസീലിയൻസ് എന്ന് പറയുന്നത് സെൽഫ് ഹീലിംഗ് ആൻഡ് ഫോൾട്ട് ടോളറൻസ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട സബ് ആറ്റിറ്റ്യൂഡ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കമ്പോണൻസ്, ഒരുപാട് സർവീസസിന് കളക്ഷൻ ഉണ്ടാകുമ്പോൾ ഓരോ സർവീസസിനും പല വിധത്തിലുള്ള എറേഴ്സും ബഗ്സും പ്രോബ്ലംസും വരാനുള്ള ക്രാഷസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഈ ക്രാഷസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മൊത്തത്തിൽ സിസ്റ്റത്തിനെ ബാധിക്കാതെ സെൽഫായിട്ട് ഹീൽ ചെയ്യുകയും അല്ലെങ്കിൽ ഓട്ടോ റീപ്ലേസ് ചെയ്യുന്ന കേപ്പബിലിറ്റിയൊക്കെയാണ് റെസീലിയൻസ് എന്ന് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ചെറിയ പരാജയങ്ങൾ അല്ലെങ്കിൽ ക്രാഷസ് വന്നു കഴിഞ്ഞാൽ മൊത്തം സിസ്റ്റത്തിനെ ബാധിക്കാതെ അത് ഓട്ടോമാറ്റിക്കലി ഹീൽ ചെയ്ത് റെസീലിയന്റ് ആയി നിൽക്കുന്നതിനെയാണ് റെസീലിയന്റ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതുപോലെ ഒബ്സർവബിലിറ്റിയിൽ മെയിൻ ആയിട്ട് ഈ മോണിറ്ററിങ് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്, ലോഗിങ് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഈ ഇത്രയധികം സർവീസ് ഉണ്ടാകും, ഇതെല്ലാം കളക്റ്റീവായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാനും ലോഗ് ചെയ്യാനും ഇതിന്റെ ഹെൽത്ത് അതുപോലെ ഇതിന്റെ സെക്യൂരിറ്റി ആസ്പെക്ട്സ് ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി മെഷീൻസ് മോണിറ്റർ ചെയ്ത് നമുക്ക് വിഷ്വലി കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി ഡിസിഷൻസ് എടുത്ത് ഓട്ടോ ഹീൽ ചെയ്യുന്ന ഒരു കാര്യം, ഒരു മെക്കാനിസത്തിനെയാണ് ഒബ്സർവബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ സെക്യൂരിറ്റി, ഈ വെബില് അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലൗഡ് സ്കെയിലിൽ പോകുമ്പോൾ സെക്യൂരിറ്റി ഈസ് പാരമൗണ്ട്. സെക്യൂരിറ്റി ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ്. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാറ്റ സേവ് ചെയ്യുന്ന ഡാറ്റാബേസുകളായാലും ഓൺ ദ ഫ്ലൈ നെറ്റ്വർക്ക് ഡാറ്റ ട്രാൻസ്ഫറിലും ഒരുപാട് സെക്യൂരിറ്റി അപ്ലൈ ചെയ്യുന്നതിന്റെ മെക്കാനിസംസ് എല്ലാം കൂടിയിട്ടുള്ളതാണ് ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റ്. ഓക്കെ, ഈ ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റ് ഉപയോഗിച്ചിട്ടാണ്, അതാണ് ഇന്നത്തെ ഇനി നെക്സ്റ്റ് ലെവലിൽ ഇപ്പോഴും ഇനി ഫ്യൂച്ചറിലുമുള്ള മോഡേൺ ആപ്ലിക്കേഷൻസിന്റെ ബേസിക് ഫൗണ്ടേഷൻ ഇനി ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ദ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഫോർ ടുഡേ ആൻഡ് ടുമോറോ, ക്ലൗഡ് നേറ്റീവ് ഇസ് ദ വേ ടു ഗോ. ഓക്കെ, അതുകൊണ്ട് തന്നെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്, അതായത് ഒരുപാട് ഫാസ്റ്റ് ആയിട്ടാണ് ഈ മേഖല വളർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കമ്പനികളും, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കമ്പനികളും ഈ ക്ലൗഡ് നേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എംബ്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ക്ലൗഡ് നേറ്റീവ് ആക്ച്വലി ഡ്രൈവിംഗ് ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ, ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റ് ആണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഓപ്പൺസ് അപ്പ് എ ലോട്ട് ഓഫ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. ആൻഡ് ഈ ക്ലൗഡ് നേറ്റീവ് സ്കിൽസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നെക്സ്റ്റ് 10 to 15 ഇയേഴ്സിൽ നിങ്ങളുടെ കരിയർ സേഫ് ആണെന്ന് നിങ്ങൾക്ക് കരുതാം. അതിൽ ഒരുപാട് റോളുകൾ നിങ്ങൾക്ക് പറയുന്ന പോലെ ക്ലൗഡ് നേറ്റീവ് ആർക്കിടെക്ട്സ്, ക്ലൗഡ് നേറ്റീവ് ഡെവലപ്പേഴ്സ്, ഡെവോപ്സ് എഞ്ചിനീയേഴ്സ്, ക്യൂബർനെറ്റിസ് സ്പെഷ്യലിസ്റ്റ് എക്സെട്ര, ഇതെല്ലാം ഈ ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റ് ഓപ്പൺ അപ്പ് ചെയ്യുന്ന ജോബ് ടൈറ്റിൽസ് ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഏരിയകളാണ്. ഓക്കെ.